PV അൻവർ ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിച്ചു. ചൂണ്ടിക്കാണിച്ച കാര്യം UDF അവർക്ക് അതിൽ താല്പര്യമില്ല എന്നുള്ള ബോധ്യം നമ്മൾ മനസ്സിലാക്കിയത്. അന്ന് PV അൻവർ മുൻ ദിവസങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ സ്ഥാനാർത്ഥി UDF ഇപ്പോൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനുള്ള ത്രാണിയുള്ള സ്ഥാനാർത്ഥിയല്ല, ജനപിന്തുണയുള്ള. ഇതെല്ലാം അൻവർ ആവർത്തിച്ചതുകൊണ്ട് എല്ലാവർക്കും ഉറക്കത്തിൽ വിളിച്ചു വെച്ചാൽ പോലും പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. ശ്രീ സുഗു, ഇനി അത് ആവർത്തിക്കേണ്ട. ചോദ്യം ഇതാണ്, അവിടെ ധാരാളം സ്ഥാനാർത്ഥിമാരുണ്ടാവും. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ചാണെങ്കിൽ 12 സ്ഥാനാർത്ഥികൾ അല്ലേ? നാളെ ഇനിയിപ്പോൾ ഈ സൂക്ഷ്മ പരിശോധനയോടെ കഴിയുമ്പോൾ അറിയാം കൃത്യമായ ചിത്രത്തിൽ എത്ര പേരുണ്ടാകുമെന്ന്. എങ്കിലും ഈ നിമിഷം 12 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നു അല്ലേ? 11 പാഴാണ്, അല്ലെങ്കിൽ 10 പാഴാണ്. 2 പേർ തമ്മിലുള്ള മത്സരമാണ്, അതിൽ ജയിക്കാൻ പോകുന്നത് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അൻവർ പാഴാണെന്നാണ് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി, അതിനുള്ള മറുപടിയാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയോട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നതും വേണു. ഈ UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം അവർക്ക് വന്നു കഴിഞ്ഞു. ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ PV അൻവറും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും തമ്മിലായി മത്സരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മത്സരത്തിൽ UDF തെറിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങനെ പറയേണ്ടി വന്നിട്ടുള്ളത്. അൻവറിന് കൊടുക്കുന്ന വോട്ട് പാഴാകുമെന്ന് ഭംഗ്യേന്ദ്രേണ പറയുന്നു. മാധ്യമങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നേരെ നോക്കൂ, അപ്പോൾ 2 മുന്നണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്, അതിലൊരു മുന്നണിയുടെ വിജയം സുനിശ്ചിതമെന്നും. ഇതൊക്കെ കൃത്യമായ പ്രതികരണങ്ങളാണ്. കൂടാതെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു ഉറപ്പ് കൂടി. ആ സംഘടന ഉറപ്പ് നൽകുകയാണ് UDF കോൺഗ്രസിന് ഉറച്ച ഭൂരിപക്ഷം. അതിനുള്ള മറുപടി എന്താ? അല്ല, അത് നമ്മൾ കാണാൻ പോകുന്ന കാര്യമല്ലേ. ഇവിടെ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ PV അൻവറിനുണ്ടാവുന്ന സ്വീകാര്യത നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. അതിൽ കഴിഞ്ഞുള്ള ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇവിടെ വലിയ മുന്നേറ്റത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാറും. അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അനുദിനം. ഓരോ ദിവസവും PV അൻവറിന്റെ. എന്തായാലും പ്രകാശ് മാഷ് പറയുന്നത് പോലെ UDF വെട്ടിലായി പോയതുകൊണ്ടാണോ UDF അൻവറിനെ പറ്റി ഒന്നും പറയാതിരിക്കുന്നത്? ശ്രീ സുഗു, അല്ല, അതൊന്നും രാഷ്ട്രീയത്തിൽ നമുക്കറിയാലോ. പിന്നെ UDF വെട്ടിലായി, UDF എന്നുള്ള ആ സംവിധാനം അല്ലല്ലോ വെട്ടിലായിട്ടുള്ളത്. UDF ഉള്ളിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ധിക്കാരപരമായ ഒരു സമീപനമാണല്ലോ ഈ ഒരു വിഷയം ഈ രൂപത്തിലേക്ക് വന്നിട്ടുള്ളത്. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്.